ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ 10 മണിക്ക് ശേഷം വന്നതിന് ഒരു കാരണമുണ്ട്. എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ പനിയായിട്ട് പറഞ്ഞാൽ അതുപോലെ വയ്യാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. പിന്നെ മകള് ഇങ്ങനെ എടുത്തതാണ് ഞാൻ പനിയായിട്ട് ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതൊക്കെ പൊതുവെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും തന്നെയാണ് പനിയും ജലദോഷമൊക്കെ. എനിക്ക് വന്നാൽ കുറച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങ് കുറേ ദിവസം ഇങ്ങനെ നീറി നിന്നിട്ടേ അത് മാറുള്ളൂ. അപ്പോൾ അങ്ങനെ മാറി തുടങ്ങിയിട്ടുള്ളൂ, സൗണ്ടൊക്കെ ക്ലിയറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ പനിയൊക്കെ ആയിട്ട് ഇട്ട വീഡിയോൻ്റെ താഴെ ജയകുമാർ എന്നാണ് എന്തോന്ന് എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ ഫുള്ള് നോക്കിയില്ല. ഓടി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. ജയകുമാറേ, അനിയനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞാൻ പറയാം, നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലേ? അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഇല്ലേ? നിനക്കൊക്കെ ഈ കമൻ്റ് ഇടുന്ന നേരം വല്ല പണിക്കും പോയി ജീവിച്ചൂടെ? അല്ലാതെ ഈ വല്ലവരെയും ചാനലിൻ്റെ അടിയിൽ പോയിട്ട് നീ പോടി നിനക്ക് വേറെ പണിയില്ലടിന്ന് പറയാൻ. അമ്മയും പെങ്ങന്മാരും ഇല്ല എന്നുള്ളത് തീർത്തും മനസ്സിലായി. പിന്നെ പ്രത്യേകിച്ച് ഭാര്യയും മക്കളും അത്രയും ഇല്ല. അതുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമൻറ്റ് വേറെ ഒരാളെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് ഇടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. നിങ്ങളെക്കായി നല്ല മനസ്സുള്ള ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ട്, നല്ല കമൻ്റാണ്. ഇതുപോലത്തെ കമൻറ്റ് വേറെ ആൾക്കാരുടെ ചാനലിൽ പോയിടരുത്. കാരണം എന്താ അറിയോ, ഞാനിത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ കുട്ടി പറഞ്ഞ് ഇങ്ങനെ ഒരു കമൻറ്റ് കിടക്കുന്നുണ്ട്. അത്രയും നല്ല രീതിയിൽ ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിട്ട് അവർ പനി പെട്ടെന്ന് മാറട്ടെ, സുഖമാവട്ടെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടൊരു ബാഡ്, നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങളൊരു മനുഷ്യ ജന്മമാണോ? അതുവരെ തോന്നിപ്പോയി. നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഇല്ലാത്ത ആളാണെന്ന് മനസ്സിലായി. അങ്ങനത്തെ ഒരാളും ഇങ്ങനത്തെ പരിപാടിക്ക് ഇരിക്കുക, അവർക്ക് വേറെ തൊഴിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ തോതിൽ ഞങ്ങൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്ത കാണാൻ നിൽക്കരുത്. ഇത് കാണും ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് വേണ്ടാത്ത കമൻറ്റ് വിടുക. കേട്ടോ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. നിങ്ങളെ നിർബന്ധിക്കണില്ല. നിങ്ങളെക്കായി നല്ല മനസ്സുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്. മനുഷ്യ ജന്മത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയുള്ളവരും. ബുദ്ധിമുട്ടും കഷ്ടപ്പാടുള്ള ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാശിൻ്റെ പുറത്ത് കയറി കുത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനത്തെവർക്ക് എന്ത് വേണമെങ്കിലും പ്രതികരിക്കാമല്ലോ. ഇത് വേണമെങ്കിലും ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടാൻ എന്തും തോന്നിയാസമാകുന്നുണ്ടോ? ഞാൻ കുറേയൊക്കെ സഹിച്ചു. പിന്നെ എന്താ വെച്ചാൽ ഞാനിത് വായിച്ചപ്പോൾ എനിക്കതിന് മറുപടി തന്നേ പറ്റുള്ളൂ. അപ്പോൾ ജയകുമാറേ, അനിയനായാലും ഏട്ടനായാലും അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ വർത്തമാനം പറയാം. ഇല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് അത്രയും വെറുപ്പ് വന്നു ഇത് കേട്ടപ്പോൾ. അപ്പോൾ അത് പ്രതികരിക്കാൻ തോന്നി. നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളെ ചാനൽ കാണരുത് കേട്ടോ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരെയും ചാനലിൻ്റെ അടിയിൽ പോയിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി എന്ന് പറയാൻ നിങ്ങളാരുമല്ല കേട്ടോ. നിങ്ങളെ നിർബന്ധിച്ചത് കാണണമെന്ന് പറയുന്നില്ല. നിങ്ങളല്ലാത്ത ഇഷ്ടം പോലെ മനുഷ്യപ്പറ്റിയുള്ള ആൾക്കാരുണ്ട്, മനുഷ്യ ജന്മങ്ങളായിട്ടുള്ള ആൾക്കാർ, മൃഗങ്ങളൊന്നുമല്ല. പാവപ്പെട്ട ആൾക്കാരെങ്ങനെ കുത്തി നോവിക്കരുത്. ഞങ്ങൾ വേണ്ടാത്തൊരു വീഡിയോസ് ഇട്ടിട്ടില്ല. ഞങ്ങളെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ നേരത്ത് വന്ന് പ്രതികരിക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത്. ഞാൻ പ്രതികരിക്കാൻ വിചാരിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ, അത്രയും നല്ല മനുഷ്യരായ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നല്ല കമൻറ്റ്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങളെ ബാഡ് കമൻറ്റ് കേട്ടപ്പോൾ അത് മനസ്സിന് വല്ലാതെ കുത്തി നോവിച്ചു. അത് നിങ്ങളാണെങ്കിൽ ശരി പ്രതികരിക്കും. ഞാനായതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. അതുകൊണ്ട് ഇനി മേലിൽ ഈ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്.
അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്ന് വരും കേട്ടോ.